ഹലോ, എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PYQ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ 2020 വർഷത്തിലുള്ള കുറേയധികം ചോദ്യപേപ്പറുകൾ അവയൊക്കെ തന്നെയും നമ്മൾ ടോപ്പിക്ക് വൈസായിട്ട് പഠിച്ചു വരികയായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അതോടൊപ്പം തന്നെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളും അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2020 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെയും പരിചയപ്പെട്ടു. ഈ ക്ലാസ്സോടുകൂടി ആ ഒരു ടോപ്പിക്കിൽ 2020 വർഷത്തിൽ ചോദിച്ച എല്ലാ ചോദ്യവും നമുക്ക് കവറാവും. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെൽഫ് ഓക്സിഡൈസിങ് അതേപോലെ റെഡ്യൂസിങ് ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ലോഹമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് വേർതിരിക്കുന്ന ലോഹം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലോഹങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. അതായത് നമുക്ക് മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ലോഹങ്ങൾ അടങ്ങുന്ന മിനറലുകളിൽ നിന്നും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മിനറലിനെ കണ്ടെത്തി ആ മിനറലിനെ നമ്മൾ എന്ത് വിളിക്കും? ഇനിയിപ്പോൾ ഓറ് എന്ന് വിളിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റലിനെ നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. ഈ ഒരു പ്രവർത്തനമാണ് മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ വേർതിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മെറ്റലിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അതോടൊപ്പം അടങ്ങിയിട്ടുള്ള ആ ഒരു മാലിന്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടോ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഉത്തരം എന്താണ് എന്നുള്ളത് അല്ലേ. ഉത്തരം എന്ന് പറയുന്നത് കോപ്പറാണ് കേട്ടോ. ഓപ്ഷൻ ബി കോപ്പറാണ് നമ്മുടെ ഉത്തരം. കുറഞ്ഞ ക്രിയാശീലതയുള്ള, അതായത് അധികം റിയാക്ടിവിറ്റി കാണിക്കാത്ത ലോഹങ്ങളുടെ സൾഫൈഡ് അയരുകളെ നമ്മൾ എന്ത് ചെയ്യും? വായുവിൽ ചൂടാക്കും. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അവർ ഭാഗികമായിട്ട് ഓക്സൈഡുകളായിട്ട് മാറും. അതായത് ആ പറയുന്ന മെറ്റലിൻ്റെ ഓക്സൈഡുകളായിട്ട് മാറാറുണ്ട്. എന്നിട്ട് തുടർന്ന് അതിൻ്റെ ഭാഗികമായിട്ടാണ് ഓക്സൈഡ് ആകുക. തുടർന്ന് ബാക്കിയുള്ള സൾഫൈഡുമായിട്ട് പ്രവർത്തിച്ച് ലോഹമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സ്വയം നിരോക്സീകരണം അല്ലെങ്കിൽ സെൽഫ് റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറിനെ നമ്മൾ വേർതിരിച്ചെടുക്കാറുള്ളത്. കോപ്പർ, മെർക്കുറി തുടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുമ്പ്, സിങ്ക് എന്നിവ കാർബൺ പോലെയുള്ള നിരോക്സീകാരികൾ, അതായത് ഈ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നിരോക്സീകാരിയായിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ആളെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്വയം എന്ത് ചെയ്തോളും? റെഡ്യൂസ് ചെയ്തോളും. അതേസമയം മറ്റുള്ള എലമെൻറ്റുകൾ, കുറച്ചും കൂടെ റിയാക്ടിവിറ്റി കാണിക്കുന്ന സൾഫൈഡുകളും കാർബണേറ്റുകളും ഒക്കെയുള്ള എലമെൻറ്റുകൾ, ഉദാഹരണത്തിന് നമ്മുടെ ഇരുമ്പിൻ്റെ ഹെമറ്റൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കാർബൺ പോലെയുള്ള നിരോക്സീകാരികളെ, അതായത് റെഡ്യൂസിങ് ഏജൻറ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ അതിനകത്തേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് വേർതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിലാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഭാഗത്താണെങ്കിലും ലോഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹേമറ്റൈറ്റിനെ വേർതിരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ബ്ലാസ്റ്റ് ഫേർണസിനകത്ത് ഹേമറ്റൈറ്റിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ലൈം സ്റ്റോൺ ആഡ് ചെയ്യും. അതേപോലെ തന്നെ കോക്ക് അല്ലെങ്കിൽ കരി അതിനകത്തേക്ക് ആഡ് ചെയ്യും. ഈ കരി എന്താ ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റെഡ്യൂസിങ് ഏജന്റിനെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അലുമിനിയമാണ് നമ്മൾ എടുക്കുന്നതെന്നിരിക്കട്ടെ. അലുമിനിയത്തെ അതിൻ്റെ ഓക്സൈഡിൽ നിന്ന് വൈദ്യുതി വിശ്ലേഷണം ഉപയോഗിച്ചാണ് വേർതിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നറിഞ്ഞു വെക്കുക. നമ്മുടെ അലുമിനിയത്തിൻ്റെ നല്ല റിയാക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ്, ഹൈ റിയാക്ടിവിറ്റി ഉള്ളത് കൊണ്ട് എന്താ ചെയ്യാറ്? വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് അലുമിനിയത്തിനെ എന്ത് ചെയ്യുക? വേർതിരിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓക്സൈഡിൽ നിന്ന് വേർതിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്?
അപ്പോൾ കഴിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ പറഞ്ഞ മെറ്റലുകളെ കുറിച്ചിട്ട് പഠിച്ചപ്പോഴൊക്കെ തന്നെയും ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രധാനപ്പെട്ട കുറച്ചധികം മെറ്റലുകളും അവരുടെയൊക്കെ ഓറുകളും ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത്. ആ ലിസ്റ്റിലേക്ക് തന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു പേരാണ് കലാമിൻ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാണ്. കലാമിൻ എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുന്ന മെറ്റലിൻ്റെ ഓറാണ്. സിങ്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സിങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാർബണേറ്റ് അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. കാർബണേറ്റ് അയിര്, അതായത് കാർബണേറ്റ് എക്സ്ട്രാ ഒരു എന്താ പറയുക ഇമ്പ്യൂരിറ്റി ആയിട്ട് വന്നു ചേരുന്ന കാർബണേറ്റ് അയിരാണ് എന്തെന്ന് പറയുന്നത്, കലാമിൻ എന്ന് പറയുന്നത്. ഇതല്ലേ, ഇപ്പോൾ സിങ്ക് ഉണ്ട്, അതിനകത്ത് കാർബണേറ്റ് ഉണ്ട്. ഈ കാർബണേറ്റിനെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് സിങ്ക് വേർതിരിക്കാൻ. ഓക്കെ, ഇതാണ് കാർബണേറ്റ് അയിര്. ആ കാർബണേറ്റ് അയിരിൻ്റെ സിങ്കിൻ്റെ കാർബണേറ്റ് അയിരിനെ പറയുന്ന പേരാണ് കലാമിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. സിങ്ക് ബ്ലെൻഡ് ആണ് സിങ്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അയിര്. സിങ്ക് ബ്ലെൻഡ് ZnS ആണ്. സൾഫൈഡ് വരുന്നതിനെയാണ് മറ്റൊരു അയിരായിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ ഓപ്ഷനകത്ത് തന്നിട്ടുള്ള മറ്റുള്ള ആളുകൾ സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരിനെ നമ്മൾ റോക്ക് സോൾട്ട് എന്ന് വിളിക്കും, NaCl. അതേപോലെ തന്നെ ക്രോമിയത്തിൻ്റേതാണെങ്കിൽ ക്രോമൈറ്റ് ആണ്, നിക്കലിൻ്റേതാണെങ്കിൽ പെൻലാൻഡേറ്റുമാണ് സാധാരണഗതിയിൽ ഓറുകളായിട്ട് കണക്കാക്കാറുള്ളത്. ക്ലിയർ ആയല്ലോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലീച്ചിങ് കേട്ടോ, ലീച്ചിങ് പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്നതിൽ ഏതോ ഒരു അയിരിനെ സാന്ദ്രണം ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം രണ്ട് തരത്തിൽ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രക്രിയ തന്നിട്ട്, ഈ ലോഹ നിഷ്കർഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രക്രിയ തന്നിട്ട് താഴെ മെറ്റലുകളുടെ പേര് കൊടുക്കാം. ഈ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്നതിൽ ഏത് മെറ്റലിനെയാണ് വേർതിരിക്കുന്നത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അയിരുകളെ തന്നിട്ട് താഴെ പറയുന്നതിൽ ഏത് അയിരിനെയാണ് വേർതിരിക്കുക എന്നും ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓരോരോ പ്രോസസ്സുകൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു മെറ്റലും പഠിക്കണം, ആ മെറ്റലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര് ഏതാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് കൂടെ നോക്കി വെച്ചേക്കണം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ് നമ്മുടെ ഉത്തരം. അയിരിലെ മാലിന്യങ്ങളെ അനുയോജ്യമായിട്ടുള്ള രാസലായനിയിൽ ലയിപ്പിച്ച് വേർതിരിക്കുന്ന രാസപരമായിട്ടുള്ള രീതിയെ പറയുന്ന പേരാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇമ്പ്യൂരിറ്റിയെ അതിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഈ മെറ്റലിൻ്റെ അയിരിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്യൂരിറ്റി ലയിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ലായനി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ അയിരിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ലയിപ്പിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റി അതിനകത്ത് അങ്ങ് ലയിച്ചു പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അലുമിനിയത്തിൻ്റെ പ്രധാന അയിരായിട്ടുള്ള ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ലായനി ഉപയോഗിച്ചുകൊണ്ടാണ് ലീച്ചിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പ്യൂരിറ്റി ലയിക്കും, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മെറ്റലിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ലീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി അയൺ പൈറൈറ്റ്സ്, കോപ്പർ പൈറൈറ്റ്സ് എന്നിവ സൾഫൈഡിൻ്റെ അയിരുകളായതിനാൽ, അതായത് സൾഫൈഡ് ഇമ്പ്യൂരിറ്റി ആയിട്ട് അടങ്ങുന്ന അയിരുകളായതിനാൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക, സാന്ദ്രണം ചെയ്യാൻ, കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഹേമറ്റൈറ്റ് കാന്തിക സ്വഭാവമുള്ള ആളാണ്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ ഓറല്ലേ ഹേമറ്റൈറ്റ്. അപ്പോൾ എന്താണ്, ഹേമറ്റൈറ്റിലെ അയൺ എന്ന് പറയുന്ന സാധനത്തിന് കാന്തിക സ്വഭാവമുണ്ട്. കാന്തം വെച്ചാൽ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഹേമറ്റൈറ്റിന് കാന്തിക സ്വഭാവമുള്ളത് കൊണ്ട് കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന രീതി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കാന്തം വെക്കുന്ന സമയത്ത് ഹേമറ്റൈറ്റിൻ്റെ, അതായത് ഇരുമ്പടങ്ങുന്ന ഭാഗങ്ങൾ കാന്തത്തിൽ ഒട്ടിപ്പിടിക്കുകയും അതേസമയം കാന്തിക സ്വഭാവം ഇല്ലാത്ത അതിനകത്തെ ഇമ്പ്യൂരിറ്റീസ് അതിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യുന്നു. ഇതാണ് ഉപയോഗിക്കാറുള്ളത്. ക്ലിയർ ആയല്ലോ. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാലാമത്തെ ചോദ്യം, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ താഴെ കുറേ അധികം അലോയികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ താഴെ പറഞ്ഞിട്ടുള്ള അലോയികളിൽ ഏതിനെയാണ് പെർമനൻ്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. 44/2020 UP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നോക്കാം, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അൽനിക്കോ ആണ്. അൽനിക്കോ എന്നുള്ള പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴായിട്ട് ചോദ്യത്തിൽ ചോദിക്കാറുള്ള, PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് കൂടിയാണ് ഈ ഒരു ഭാഗം. അൽനിക്കോയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിനെ ചോദിക്കാറുണ്ട്, സ്ഥിരകാന്തങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന്. അൽനിക്കോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇരുമ്പ് അടങ്ങുന്നുണ്ട്, അത് ആലോചിച്ച് വയ്ക്കുക. അതുകൂടാതെ അലുമിനിയം, അൽനിക്കോ എന്നാണ് അല്ലേ, അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, കണ്ടില്ലേ, അൽനിക്കോ എന്നിവയുടെ ലോഹസങ്കരമാണ് അൽനിക്കോ എന്ന് പറയുന്നത്. ഉയർന്ന കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവുള്ളത് കൊണ്ട് ഇതിന് ഹൈ റിട്ടൻറ്റിവിറ്റി ഉണ്ട്. അതായത് കാന്തിക ശക്തി, അതിന് കുറേ നേരത്തേക്ക് കാന്തം വെച്ചിട്ട് നമുക്ക് ഒരു വസ്തുവിൽ കാന്തിക സ്വഭാവം ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ആ സ്വഭാവം എത്ര നേരം അതിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ അതിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് വിളിക്കുക. ആ ഒരു സ്വഭാവം നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. അതുകൊണ്ട് തന്നെ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പെർമനന്റ് മാഗ്നറ്റുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ അലോയിയാണ് അൽനിക്കോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് മറ്റ് കുറേ അധികം അലോയികൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ അലോയികൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിക്രോം ഉണ്ട്. നിക്രോം സാധാരണഗതിയിൽ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുക. അതായത് വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ചൂടായിട്ട് അതിൻ്റെ ഒരു റെസിസ്റ്റിവിറ്റി കാരണം സ്വയം ചൂടാകുന്ന സ്വഭാവം കാണിക്കുന്ന ആളാണ് നിക്രോം എന്ന് പറയുന്നത്. അലിഞ്ഞു പോവുകയില്ല, എന്നാൽ ചൂടായിട്ട് ഇങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന സ്വഭാവമാണ് നിക്രോം കാണിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ അതിനെ ഉപയോഗിക്കുക? ഹീറ്റിംഗ് കോയിലിൽ ഉപയോഗിക്കും അല്ലേ? ഹീറ്റിംഗ് കോയിലുകളിൽ, തേപ്പ് പെട്ടിക്കകത്ത് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അടുത്തത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്താണ്? ബൾബുകളിലെ ഫിലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റലാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. മെറ്റൽ അലോയാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റീലാണ്. സ്റ്റീൽ പ്രധാനമായിട്ടും എവിടെയാണ് ഉപയോഗിക്കുക? നിർമ്മാണ മേഖലയിൽ, അതായത് കൺസ്ട്രക്ഷൻ ഏരിയയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കും. അതേപോലെ സ്റ്റീലിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് സാധാരണ ഇരുമ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം റസ്റ്റിങ് കാണിക്കില്ല. അതായത് തുരുമ്പിച്ചു പോകുന്ന സ്വഭാവം ആര് കാണിക്കില്ല? സ്റ്റീൽ കാണിക്കില്ല, സാധാരണ ഇരുമ്പിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്? സ്റ്റീലിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി സർജിക്കലായിട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കുറച്ചധികം അലോയികളും ആ അലോയികളെ എവിടെയൊക്കെ ഉപയോഗിക്കും എന്നുള്ള പർപ്പസുകളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നത് നന്നായിരിക്കും. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവും അല്ലാത്ത വസ്തു താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇത് 51/2020 LP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ്? മൈക്കയാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. മൈക്ക എന്ന് പറയുന്നത് താപം വളരെ വേഗത്തിൽ കടത്തിവിടുകയും എന്നാൽ വൈദ്യുതി ഇലക്ട്രിസിറ്റിയെ തടയുകയും ചെയ്യുന്ന സവിശേഷ സ്വഭാവമുള്ള ഒരു മിനറലാണ് മൈക്ക എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്ന ആ ഒരു വഴിയിൽ ഇപ്പം നമുക്ക് ഓപ്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കതും ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ, സിൽവറൊക്കെ നമുക്കൊരു മെറ്റലാണ് അല്ലേ. അപ്പം മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, താപം നല്ല രീതിയിൽ കടത്തിവിടും, അതേസമയം എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി തൊട്ട് കടത്തി വിടുകയുമില്ല. ആ സ്വഭാവമാണ് ആർക്കുള്ളത്? മൈക്കയ്ക്ക് ഉള്ളത്. ഈ ഒരു പ്രത്യേക സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിക് അയണിൽ, അതായത് തേപ്പ് പെട്ടി ആ ഒരു ഇതിൽ അതുപോലെ തന്നെ ടോസ്റ്ററുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഹീറ്റിംഗ് കോയിലിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി മൈക്ക ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഹീറ്റിംഗ് ഓയിൽ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൂലേ, നിക്രോം എന്ന് പറയുന്നത് ചൂട് വൈദ്യുതി വരുന്ന സമയത്ത് സ്വയം ചൂടായി ചുട്ടുപഴുത്ത് നിൽക്കുന്ന സ്വഭാവം കാണിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞു? നിക്രോം എന്ന് പറഞ്ഞു. അങ്ങനെ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ തുണി തേക്കുകയാണ് അല്ലെങ്കിൽ ടോസ്റ്ററിനകത്ത് നമ്മൾ ബ്രെഡ് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ വേവിക്കാൻ വേണ്ടിയിട്ടോ ചൂടാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഈ ഒരു നമ്മുടെ എക്യുപ്മെൻറ്റിൽ നിന്നും ചൂട് നമുക്ക് കടന്നു വരണം. അതേസമയം ഈ നിക്രോമിനകത്തേക്ക് കടന്നു വരുന്ന വൈദ്യുതി ഇങ്ങോട്ട് കടന്നു വരണോ? വേണ്ട. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ തേപ്പുപെട്ടിയിൽ തൊട്ടാൽ നമുക്ക് കറണ്ട് അടിക്കും, ടോസ്റ്ററിൽ തൊട്ടാൽ നമുക്ക് കറണ്ട് അടിക്കും. അതുകൊണ്ട് എന്ത് വേണം? വൈദ്യുതി കടത്തി വിടുകയും അതുകൊണ്ട് എന്ത് വേണം? വൈദ്യുതി കടത്തി വിടുകയും അരുത്, അതേസമയം ചൂടിനെ കടത്തി വിടുകയും ചെയ്യണം. അങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ ടോസ്റ്ററിനെയും നമ്മുടെ ഈ പറയുന്ന അയൺ ബോക്സിനെയും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്ററായിട്ട് ഹീറ്റിംഗ് ഓയിലിനെ പൊതിയാൻ വേണ്ടി മൈക്ക ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുക. ആ ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ടാവും, നമ്മുടെ തേപ്പൂട്ടിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ ടോസ്റ്റർ ആണെങ്കിൽ അതുമ്മേൽ ഒരു നമ്മുടെ നിക്രോമിൻ്റെ ആ ഒരു ഹീറ്റിംഗ് ഓയിൽ ഉണ്ടാവും. അതിൻ്റെ മേലെ ഇൻസുലേറ്റർ പോലെ മൈക്കയുടെ ഷീറ്റും പ്രവർത്തിക്കും. ഈ രീതിയിലാണ് ഉപകരണം ഉണ്ടാവുക. ഇത് ഉപകരണത്തെ ചൂടാക്കാൻ സഹായിക്കുകയും എന്നാൽ ഷോക്ക് ഏൽക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള മറ്റാളുകൾ സിൽവർ, മെർക്കുറി എന്നിവ ലോഹങ്ങളായതുകൊണ്ട് തന്നെ താപത്തെയും കടത്തിവിടും, വൈദ്യുതിയും ഒരുപോലെ കടത്തിവിടുന്നു. മെർക്കുറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ദ്രാവക രൂപത്തിലിരിക്കുന്നത് കാരണം നമ്മളതിനെ വയറായിട്ടൊന്നൊക്കെ നമ്മൾ സങ്കല്പിക്കില്ല. അപ്പം നമ്മൾ വിചാരിക്കും വൈദ്യുതി കടന്നു പോകില്ല എന്നൊക്കെ. പക്ഷേ മെർക്കുറിയും അൾട്ടിമേറ്റ്ലി എന്താണ്? ഒരു മെറ്റലാണ് അല്ലേ. അപ്പം മെറ്റലിൻ്റെ സ്വഭാവമൊക്കെ തന്നെയും അത് കാണിക്കും. അതുകൊണ്ട് തന്നെ താപത്തെയും വൈദ്യുതിയും സിൽവറും മെർക്കുറിയും ഒക്കെ കടത്തിവിടും, ചാലകങ്ങളാണ്. അതേസമയം സിലിക്ക എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ തന്നിരിക്കുന്ന സാധനം താപത്തെയും കടത്തിവിടൂല, വൈദ്യുതിയും കടത്തിവിടാത്ത പദാർത്ഥമാണ് സിലിക്ക എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?
ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗമാകാത്ത ലോഹമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെർക്കുറിയുടെ കൂടെ ചേർന്നിട്ട് മെർക്കുറി അമാൽഗങ്ങൾ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് മെറ്റലാണ് അത്തരത്തിൽ അമാൽഗം ഉണ്ടാക്കാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 51/2020 എന്നുള്ള അതേ പരീക്ഷയ്ക്ക് LP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് എന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ്? ഇരുമ്പാണ്. ഓക്കെ, ഇരുമ്പാണ്. മെർക്കുറി മറ്റ് ലോഹങ്ങളുമായിട്ട് ചേർന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ലോഹ സങ്കരങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് അമാൽഗങ്ങൾ അല്ലെങ്കിൽ മെർക്കുറി അമാൽഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ സിൽവർ, സ്വർണം, കോപ്പർ, സിങ്ക് തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ലോഹങ്ങളും പൊതുവെ ഈ പറയുന്ന മെർക്കുറിയുമായിട്ട് എളുപ്പത്തിൽ ചേർന്നിട്ട് അമാൽഗം രൂപീകരിക്കും. അതേസമയം ഇരുമ്പായിക്കോട്ടെ മെർക്കുറിയുമായിട്ട് ചേർന്ന് അമാൽഗം ഉണ്ടാക്കില്ല. പ്ലാറ്റിനം, ടങ്സ്റ്റൺ തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളും ഇത്തരത്തിൽ അമാൽഗം ഉണ്ടാക്കില്ല. അങ്ങനെ ഉണ്ടാക്കാത്ത ആളാണ് നമ്മുടെ ഓപ്ഷനകത്ത്. പ്ലാറ്റിനവും ടങ്സ്റ്റണൊന്നും ഇല്ല, ഇരുമ്പേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഇരുമ്പിലേക്ക് പോകാം. ഭാവിയിൽ ഒരു ചോദ്യത്തിനകത്ത് പ്ലാറ്റിനമാണ് ഓപ്ഷനകത്തുള്ളതെങ്കിൽ ആ പ്ലാറ്റിനവും അമാൽഗം ഉണ്ടാക്കില്ല എന്ന് ആലോചിച്ച് വെച്ചേക്കാം. നോക്കാം, ഇരുമ്പ് മെർക്കുറിയുമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് മെർക്കുറി സൂക്ഷിക്കാനും അത് കൊണ്ടുപോകാനും ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാറ്. ഇരുമ്പ് പാത്രങ്ങൾ, അയൺ ഫ്ലാസ്കുകൾക്കകത്ത് മെർക്കുറി സൂക്ഷിക്കാറുണ്ട്. കാരണം അതെന്തില്ല, അമാൽഗം ഉണ്ടാക്കില്ല. മറ്റ് ലോഹപാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെർക്കുറി അതുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും, പാത്രം ക്രമേണ നശിച്ചാണ് പോകും. അതുകൊണ്ട് തന്നെ ഇരുമ്പാണ് നമ്മൾ ഉപയോഗിക്കുക. യെസ്, അപ്പോൾ നമ്മൾ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറയുന്ന വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കിൽ നിന്നും 2020 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തു പോയി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിത്യജീവിതത്തിലെ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മെഡിസിനുകളെ കുറിച്ചിട്ട്, വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സ് ഓഫ് മെഡിസിനുകളെ കുറിച്ചിട്ട്, അതേപോലെ സിമെൻറ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഗ്ലാസ്സുകൾ, നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഗ്രീൻ കെമിസ്ട്രി പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. ഇന്ന് നമുക്ക് ഈ ടോപ്പിക്കിലെ തുടക്കത്തിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. റെഡിയല്ലേ? അപ്പോൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ നിന്നും ആദ്യത്തെ ചോദ്യത്തിലേക്കും പോവുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ കെമിക്കൽ നെയിം ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിസ്ട്രി നെയിം, അതായത് കെമിസ്ട്രിയിലുള്ള കെമിക്കൽ നെയിം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 11/2020 എന്നുള്ള ഓൺലൈൻ പരീക്ഷയ്ക്ക്, ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നറിയപ്പെടുന്ന ബ്ലീച്ചിങ് പൗഡർ, ദ കെമിക്കൽ ഫോർമുല ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഈസ് CaOCl2. CaOCl2 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കെമിക്കൽ സിമ്പൽ നമ്മൾ എഴുതുക. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നുള്ളതാണ് അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കാൽസ്യം ഓക്സിക്ലോറൈഡ് എന്നും വിളിക്കാറുണ്ട് സാധാരണഗതിയിൽ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഓൺ ഡ്രൈ സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിൽ, ഡ്രൈ ആയിട്ടുള്ള സ്ലേക്കഡ് ലൈമിൽ, അതായത് വാട്ടറിൻ്റെ കണ്ടന്റ് ഇല്ലാത്ത CaOH2 എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക സ്ലേക്കഡ് ലൈമിലേക്ക് എന്ത് ചെയ്യുന്നു, ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CaOCl2 ആയതുകൊണ്ടാണ് കാൽസ്യം ഓക്സിക്ലോറൈഡ് എന്ന് വിളിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, പല സാഹചര്യങ്ങളിലും എന്താ പറയുക സ്വിമ്മിംഗ് പൂൾസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എ ഡിസിൻഫെക്റ്റൻറ്റ് ഫോർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ആസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ് ഇൻ ദ ടെക്സ്റ്റൈൽ ആൻഡ് പേപ്പർ ഇൻഡസ്ട്രി. പേപ്പർ ഇൻഡസ്ട്രികളിൽ, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ ഇതിലൊക്കെ ബ്ലീച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടും, വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ബ്ലീച്ചിങ് പൗഡറിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, മറ്റുള്ള ഓപ്ഷനുകൾ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റുള്ള ആൾക്കാർ, കാൽസ്യം കാർബണേറ്റ് CaCO3 എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ അല്ലെങ്കിൽ മാർബിൾ ആണ്. അതേപോലെ കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിലും ടീത്തിലും ഒക്കെ അടങ്ങിയിട്ടുള്ള മേജറായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ? 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലൈം വാട്ടർ കണ്ടെയ്ൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈം വാട്ടറിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈം വാട്ടർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ലൈം സോഡ നമ്മൾ കുടിക്കുന്ന സാധനമല്ല കേട്ടോ. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത്. നാരങ്ങ സോഡ എന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ലൈം വാട്ടറിനകത്ത് അടങ്ങിയിട്ടുള്ളത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ കെമിക്കൽ നേച്ചറിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ലൈം വാട്ടർ ഈസ് ദ കോമൺ നെയിം ഫോർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ദ മിൽക്കി ടെസ്റ്റ്, അതായത് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. കെമിസ്ട്രി ലാബുകളിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലൈം വാട്ടർ ഈസ് യൂസ്ഡ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിനകത്തൂടെ നമ്മൾ കടത്തിവിടുന്ന സമയത്ത് CO2 ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇൻസോലുബിൾ കാൽസ്യം കാർബണേറ്റ്. ഇതിനകത്തൂടെ കടന്നു വിടുന്ന സമയത്ത് ഇൻസോലുബിൾ ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് അതിനകത്ത് രൂപീകരിക്കപ്പെടും. കാൽസ്യം കാർബണേറ്റ് ഇൻസോലുബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലൈം വാട്ടർ എന്ത് ചെയ്യും? മിൽക്കി ആയിട്ടിരിക്കും, മിൽക്കി സ്വഭാവം കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കടത്തിവിട്ട ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ലൈം വാട്ടറിനകത്തൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തിവിടുമ്പോൾ അവിടെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? മിൽക്കി ആയിട്ട് ഇരിക്കും. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഏതാണ് എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ്. ലൈം വാട്ടറിനെ മിൽക്കി ആയിട്ട് ടേൺ ചെയ്യുന്നു എന്നുള്ളതും കൂടെ ആണ്. നമ്മുടെ ഓപ്ഷനകത്ത് തന്നിട്ടുള്ള മറ്റുള്ള ആൾക്കാർ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, അതിനെ നമ്മൾ കാസ്റ്റിക് സോഡ എന്നാണ് വിളിക്കുക. അതേപോലെ സോഡിയം കാർബണേറ്റ് Na2CO3, അതിനെ നമ്മൾ വാഷിംഗ് സോഡ എന്നും ആണ് വിളിക്കുക. ക്ലിയർ ആയല്ലോ? 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ഈസ് കോൾഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം 11/2020 ഓൺലൈൻ പരീക്ഷയ്ക്ക്, ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് എന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഇത്തരത്തിൽ പലതരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ മെഡിസിനുകളെ പല രീതിയിൽ ആ മെഡിസിൻ ഉപയോഗിക്കുന്ന പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അനാൽജസിക്കും ആൻറ്റിബയോട്ടിക്കും. ഇവിടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം ശരിക്ക് വരേണ്ടത് ആൻറ്റിപൈററ്റിക് ആണ്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പക്ഷേ ഇവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത് PSC കൊടുത്തത് അനാൽജസിക് എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ എപ്പോഴും ആലോചിക്കുക, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആൻറ്റിപൈററ്റിക് ആണ്. അതാണ് ശരി ഉത്തരം. നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിപൈററ്റിക് എന്തിനാണ് ഉപയോഗിക്കുക? ആൻറ്റിപൈററ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില കൂടുകയാണെങ്കിൽ, പനിയൊക്കെ വന്ന് കൂടുകയാണെങ്കിൽ ആ താപനില കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ആൻറ്റിപൈററ്റിക് എന്ന് പറയുന്നത്. കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ നമുക്കറിയാം, പാരസെറ്റമോൾ അല്ലേ? പാരസെറ്റമോൾ, ഡോളോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൻറ്റിപൈററ്റിക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഈവൻ ദോ ഫീവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ്, നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടി കാണിക്കുന്ന ലക്ഷണമാണെങ്കിലും കുറേ നേരത്തേക്ക് ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന മെഡിസിനുകളാണ് ആൻറ്റിപൈററ്റിക്കുകൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള അനാൽജസിക്കിൻ്റെ സ്വഭാവം എന്താ? എന്തിനാണ് അത് ഉപയോഗിക്കണമെന്ന് അറിയണ്ടേ? അനാൽജസിക് എന്ന് പറയുന്നത് പെയിൻ കില്ലറുകളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. ശരീരത്തിൽ എവിടെയൊക്കെ വേദന ഉണ്ടെങ്കിൽ ആ വേദന കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, വിത്തൗട്ട് കോസിങ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ വേദന മാറാൻ വേണ്ടിയിട്ട് സാധാരണ പല സെഡേറ്റീവുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താ, അനസ്തേഷ്യ പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ വേദന അറിയില്ല, പക്ഷേ അതോടൊപ്പം രോഗിയുടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും. പക്ഷേ അനാൽജസിക് കഴിച്ചാൽ നമ്മുടെ ബോധം പോവുകയില്ല, പക്ഷേ വേദന നമ്മൾ അറിയുകയില്ല. ഓക്കെ, അപ്പോൾ ബ്രെയിനിൻ്റെ ആ വേദന അറിയുന്ന ഭാഗത്തെ മാത്രം വീക്കൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അനാൽജസിക് എന്ന് പറയുന്ന ആ ഒരു ഔഷധ വിഭാഗം. ക്ലിയർ ആയല്ലോ? ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള മറ്റേ ആളാണ് ആൻറ്റിസെപ്റ്റിക്. ആരാണ് ആൻറ്റിസെപ്റ്റിക്? കെമിക്കൽസ് അപ്ലൈഡ് ടു ലിവിങ് ടിഷ്യൂസ് ലൈക്ക് വോൺസ് ടു കിൽ ഓർ പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. അതായത് രോഗാണുക്കളുടെ വളർച്ചയെ തടയാനോ, എവിടെയെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ആ രോഗാണുക്കളെ കൊന്നുകളയാനോ നമ്മുടെ ജീവനുള്ള സെല്ലുകളുടെ മേലെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ.
അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഡെറ്റോൾ പോലെയുള്ള സാധനങ്ങൾ. ശരീരത്തിൻ്റെ മേലെയാണ് നമ്മൾ തേക്കുക അല്ലേ. മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ മുറിവുമ്മേൽ നമ്മൾ ഡെറ്റോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് പുരട്ടും. അപ്പോൾ എന്താണ്, ഈ രോഗാണുക്കൾ ഇല്ലാണ്ടേ ആകും. അതേപോലെ തന്നെ നമ്മൾ മരുന്നുകളായിട്ട് കുറേയധികം സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ആൻറ്റിസെപ്റ്റിക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി നമ്മൾ ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞു. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുമേ എന്ന് നമ്മൾ പറഞ്ഞു. ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതും സെയിം പർപ്പസാണ്, രോഗാണുക്കളെ കൊല്ലുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അത് ജീവനുള്ള ടിഷ്യൂകളുടെ മുകളിൽ നമ്മൾ ഉപയോഗിക്കില്ല. അത് നമ്മൾ ജീവനില്ലാത്ത ആളുകളിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ വൃത്തിയാക്കാൻ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കൂലേ, അതേപോലെ തറ തുടയ്ക്കാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ലിവിങ് ടിഷ്യൂവിൻ്റെ മുകളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രോഗാണുക്കളെ കൊല്ലുന്ന ആളുകളാണ് ഡിസിൻഫെക്റ്റൻ്റ്. അതേസമയം രോഗാണുക്കളെ കൊല്ലും, പക്ഷേ ലിവിങ് ടിഷ്യൂവിൻ്റെ മുകളിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസിനെ നശിപ്പിക്കില്ല. അങ്ങനെയുള്ള ആളുകളാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ഒരു ഓപ്ഷൻ ആൻറ്റിബയോട്ടിക് ആണ്. ഇതും രോഗാണുക്കളെ കൊല്ലുന്നതാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് നമുക്ക് അകത്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. സബ്സ്റ്റൻസ് യൂസ്ഡ് ടു കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ബട്ട് ഇൻസൈഡ് ദ ബോഡി. ഓക്കെ, ശരീരത്തിനകത്ത് ഉപയോഗിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെ. ദ ഫ്യൂവൽ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ കാർബൺ മോണോക്സൈഡ് കമ്പൈൻസ് വിത്ത് നൈട്രജൻ. നൈട്രജനുമായിട്ട് കാർബൺ മോണോക്സൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്യൂവൽ ഗ്യാസ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഫ്യൂവൽ ഗ്യാസിനെ പറയുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതും 11/2020 ഓൺലൈൻ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള സെയിം പരീക്ഷയുടെ ചോദ്യമാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് നോക്കാം. പ്രൊഡ്യൂസർ ഗ്യാസിനകത്ത് അടങ്ങിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാർബൺ മോണോക്സൈഡും നൈട്രജനും തന്നെയാണ്. മറ്റൊരു ഫ്യൂവൽ ഗ്യാസ് ആയിട്ടുള്ള വാട്ടർ ഗ്യാസ്, അതിനകത്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, പക്ഷെ അവിടെ നൈട്രജൻ ഇല്ല, പകരം ഹൈഡ്രജനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസർ ഗ്യാസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് എയർ ഓവർ റെഡ് ഹോട്ട് കോക്ക്. അതായത് ചൂടായിട്ടിരിക്കുന്ന കോക്ക്, അതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നൈട്രജനെ കടത്തിവിടുന്ന സമയത്ത്, എയർ നമ്മുടെ അന്തരീക്ഷ വായു കടത്തിവിടുന്ന സമയത്ത് എയറിൽ ഏറ്റവും കൂടുതലുള്ള കമ്പോണൻറ്റ് നൈട്രജൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ടായി വരും. അതേസമയം വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ ചേരുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക, സ്റ്റീമിനെ, ഈ റെഡ് ഹോട്ടായിട്ടിരിക്കുന്ന ആ ഒരു കരിയുടെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സ്റ്റീമിനെ കടത്തിവിടുന്നു. ആ സമയത്താണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന വാട്ടർ ഗ്യാസ് ഉണ്ടാവുക. വാട്ടർ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഹൈ കലോറിഫിക് വാല്യൂ ആണ് ഉള്ളത് പ്രൊഡ്യൂസർ ഗ്യാസിനെ കാട്ടിലും. കാരണം ഹൈഡ്രജൻ ആണല്ലോ ഇതിലുള്ളത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇന്ധനമാണ്. ഭയങ്കര കലോറിഫിക് വാല്യൂ കൂടുതലാണ്. എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് ചോദിച്ചാൽ, ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഇന്ധനത്തെ കത്തിച്ചാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എനർജി, അതിൻ്റെ വാല്യൂ ആണ് കലോറിഫിക് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരേ എമൗണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇന്ധനം കത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ആരാണോ തരുന്നത് അവന് കലോറിഫിക് വാല്യൂ കൂടുതലാണ്. അങ്ങനെയുള്ള ആളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അതിനെ പാസ് ചെയ്യാനും ഒക്കെയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടും അതേപോലെ തന്നെ കത്തുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക ശബ്ദമുണ്ടാക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ടുമൊക്കെ ഹൈഡ്രജനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് പല സാഹചര്യങ്ങളിലും ഹൈഡ്രജനെ പല രൂപത്തിലേക്ക് മാറ്റിയിട്ടോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള പല മാർഗ്ഗങ്ങളും കണ്ടെത്തിയിട്ടോ ഹൈഡ്രജനെ നമ്മൾ പല സാഹചര്യത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വാട്ടർ ഗ്യാസിന് പ്രൊഡ്യൂസർ ഗ്യാസിനെക്കാട്ടിലും കലോറിഫിക് വാല്യൂ കൂടുതലാണ്. പിന്നെയുള്ളത് ഫോസ്ജീൻ ഗ്യാസ് ആണ് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഇത് ഹൈലി പോയിസണസ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. COCl2 ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അതായത് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ആ കൂട്ടത്തിൽ ക്ലോറിനും ഉണ്ട്. ക്ലോറിൻ പൊതുവെ ഒരു എന്താ പറയുക വിനാശകരമായ സ്വഭാവം കാണിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഫോസ്ജീൻ എന്ന് പറയുന്നത് എന്താണ്, പോയിസണസ് ആയ ഗ്യാസ് ആണ് എന്നുള്ളത്. ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുക ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ക്ലോറിനും കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുക. ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ ഫ്യൂവൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാറില്ല. പോയിസണസ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഫ്യൂവൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാറില്ല. ഓപ്ഷനിൽ തന്നിട്ടുള്ളത് കൊണ്ട് കമ്പോണൻസ് നമ്മൾ പഠിച്ചുപോയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ഭാഗവും നമ്മുടെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ഭാഗത്ത് 2020 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ചോദ്യങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഫാക്റ്റുകളും ഒക്കെ തന്നെയും നിങ്ങൾ പഠിച്ചു പോവുക.
മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.